ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് ഷെയർ ചെയ്യുന്നത്. തക്കാളിയും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ സ്വാദിഷ്ടമായിട്ടുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സും വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഉച്ചയ്ക്ക് ഊണിന് ഒന്നും ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3 കോഴിമുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർക്കുന്നത്. അതിനുശേഷം ബീറ്റ് ചെയ്ത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് 2 പഴുത്ത തക്കാളി വേണം, ചെറുതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത അണിയൻ വേണം, ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് വേണം. 1 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഈ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. താഴെ ഭാഗം ഏകദേശം ഒന്ന് മുരിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. താഴെ മുരിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഈ എണ്ണയിൽ നിന്ന് ഇത് വിട്ട് പോരും. ആ സമയത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാം. കൂടുതലങ്ങോട്ട് പൊടി പോലെ ആക്കണ്ട, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇത് ഇളക്കി കൊടുത്ത് സ്ക്രാമ്പിൾ ചെയ്യുക. മീഡിയം ഹീറ്റിൽ വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് തുടരെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് കുക്കാവുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇത് കൂടുതൽ അങ്ങോട്ട് മുരിഞ്ഞ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിൽ എഗ്ഗൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. ആ പാകത്തിൽ നമുക്കിത് പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ സെയിം പാനിൽ തന്നെ 1 ടീസ്പൂൺ കൂടി എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് തക്കാളി കട്ട് ചെയ്യേണ്ടത്. തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പൊടിയായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്താലും മതിയാകും കേട്ടോ. പേസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കേണ്ടി വരും. സോസ് ആയതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തത്. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഈ തക്കാളിയിലൊക്കെ ഈ ജിഞ്ചർ ഗാർലിക് സോസ് പിടിച്ചതിന് ശേഷം ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് പൊടിയായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കുക. പച്ചമുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക കേട്ടോ. കൂടുതൽ എരിവ് വേണ്ടവർക്ക് പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ചില്ലി സോസും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എരിവുള്ള ഐറ്റംസൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണിത്. ചോറിന് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സൈഡ് ഡിഷ് മാത്രം മതി നമുക്ക് ചോറ് വയറ് നിറച്ചുണ്ണാനായിട്ട്. കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. കാരണം മുട്ടയ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോസിനൊക്കെ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണിത്. ഉച്ചയൂണിന് നമ്മൾ കറിക്ക് എന്ത് ചെയ്യുമെന്നോർത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. മുട്ടയും തക്കാളിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് എടുത്ത് നമുക്ക് വേറെ അത്യാവശ്യ സാധനങ്ങൾ വേറെ ഒന്നും വേണ്ട. നമുക്ക് കുറച്ച് സോസും പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. സ്ക്രാമ്പിൾ ചെയ്ത മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്ത് 2 മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയെടുത്ത കോൺ സ്റ്റാർച്ചാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നന്നായിട്ട്
ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ മുട്ടയിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്യും. മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. നമ്മളെല്ലാം ഇത് മീഡിയം ഹീറ്റിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് തൂക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അധികം സ്പൈസി അല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഗ്രേവിയുള്ള ഒരു സൈഡ് ഡിഷാണിത്. വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാണാനും നല്ല രസമാണ്, പക്ഷേ അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. ചോറിൻ്റെ കൂടെയും പിന്നെ ഇത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാനും വളരെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ടൊമാറ്റോ എഗ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളുമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.